ആണവോർജ്ജ രംഗത്ത് ഇന്ത്യയുടെ വമ്പൻ കരുനീക്കം. വിദേശ യുറേനിയം ഖനികളിൽ നേരിട്ട് നിക്ഷേപം നടത്തി ചൈനയുടെ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോള ഊർജ്ജ വിപണിയിൽ നിർണായക ശക്തിയായി മാറാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ആണവ നിലയങ്ങൾക്ക് ആവശ്യമായ യുറേനിയം ഇന്ധനത്തിന്റെ ദീർഘകാല ലഭ്യത ഉറപ്പാക്കാൻ വിദേശ രാജ്യങ്ങളിലെ യുറേനിയം ഖനികളിൽ നേരിട്ട് നിക്ഷേപം നടത്താനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വൈദ്യുതി ഉൽപാദന സ്ഥാപനമായ NTPCയുടെ നേതൃത്വത്തിലാണ് ഈ നീക്കം. ആഗോള യുറേനിയം വിപണിയിൽ ചൈന വർഷങ്ങളായി നേടിയെടുത്ത സ്വാധീനത്തിന് മറുപടി നൽകുന്ന തന്ത്രപരമായ തീരുമാനമായാണ് ഇന്ത്യയുടെ ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ലോകമെമ്പാടും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായതോടെ ആണവോർജ്ജത്തിന് വീണ്ടും പ്രാധാന്യം വർദ്ധിക്കുകയാണ്. സൗരോർജ്ജവും കാറ്റാടിയും പോലെ കാലാവസ്ഥയെ ആശ്രയിക്കാതെ തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സായതിനാൽ നിരവധി രാജ്യങ്ങൾ പുതിയ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ യുറേനിയത്തിന്റെ ആവശ്യകതയും ആഗോളതലത്തിൽ കുത്തനെ ഉയരുകയാണ്. ഇതിനിടെയാണ് വർഷങ്ങളായി വിദേശ ഖനികൾ ഏറ്റെടുത്ത് യുറേനിയം വിതരണ ശൃംഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ചൈന സ്വീകരിച്ച നയം ഇന്ത്യയെ കൂടുതൽ ജാഗ്രതയിലാക്കിയത്. നമീബിയ, കസാക്കിസ്ഥാൻ, നൈജർ തുടങ്ങി യുറേനിയം സമ്പന്നമായ നിരവധി രാജ്യങ്ങളിലെ ഖനന പദ്ധതികളിൽ ചൈനീസ് കമ്പനികൾ ഇതിനകം വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഭാവിയിൽ ആണവ ഇന്ധന വിതരണത്തിൽ നിയന്ത്രണം നേടുക എന്നതാണ് ബെയ്ജിംഗിന്റെ ദീർഘകാല ലക്ഷ്യം. ഇന്ത്യയെ സംബന്ധിച്ച് ആഭ്യന്തര യുറേനിയം ശേഖരങ്ങൾ പരിമിതമാണ്. ജാർഖണ്ഡിലെ ജാദുഗുഡ ഉൾപ്പെടെയുള്ള ഖനികളിൽ യുറേനിയം ലഭിക്കുന്നുണ്ടെങ്കിലും അവയുടെ ഗുണനിലവാരവും അളവും രാജ്യത്തിന്റെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയാകില്ല. അതിനാൽ ആണവോർജ്ജ വ്യാപനത്തിന് വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ട സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് യുറേനിയം വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് നേരിട്ട് ഖനികളിൽ ഓഹരി പങ്കാളിത്തം നേടുന്ന രാജ്യമായി മാറാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. വിദേശ ഖനികളിൽ നിക്ഷേപം നടത്തിയാൽ ഇന്ധന വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാനും വിലയിലെ അനിശ്ചിതത്വം കുറയ്ക്കാനും ദീർഘകാല കരാറുകൾ ഉറപ്പാക്കാനും സാധിക്കും. ഇതിന് ആവശ്യമായ ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് NTPC. ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷകളിലൊന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ശേഖരങ്ങളിൽ ഒന്നാണ് അവിടെയുള്ളത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സിവിൽ ആണവ സഹകരണം അടുത്തിടെ കൂടുതൽ ശക്തമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനത്തിന് പിന്നാലെ യുറേനിയം വിതരണവും ഖനന സഹകരണവും കൂടുതൽ വിപുലപ്പെടുത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഓസ്ട്രേലിയയ്ക്ക് പുറമെ കാനഡ, കസാക്കിസ്ഥാൻ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പ്രമുഖ യുറേനിയം ഉൽപാദക രാജ്യങ്ങളുമായും ഇന്ത്യ സഹകരണം ശക്തമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ദീർഘകാല വിതരണ കരാറുകൾക്കൊപ്പം ഖനന പദ്ധതികളിൽ നേരിട്ട് നിക്ഷേപം നടത്താനുള്ള സാധ്യതകളും പരിശോധിച്ചു വരികയാണ്. ഇന്ത്യയുടെ ഊർജ്ജ നയത്തിൽ ആണവോർജ്ജത്തിന് വലിയ സ്ഥാനമാണ് സർക്കാർ നൽകുന്നത്. നിലവിൽ രാജ്യത്തിന് 8 ഗിഗാവാട്ട് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണുള്ളത്. 2047ഓടെ അത് 100 ഗിഗാവാട്ടായി ഉയർത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ നിലവിലെ ശേഷിയുടെ 10 ഇരട്ടിയിലേറെ വർധനവാണ് മുന്നിൽ കാണുന്നത്. അതിന് യുറേനിയത്തിന്റെ സ്ഥിരമായ ലഭ്യത അനിവാര്യമാണ്. ആണവ ഇന്ധന സുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല, ആഗോള ഊർജ്ജ ഭൂപടത്തിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ഇന്ത്യയുടെ പുതിയ നീക്കത്തിനുണ്ട്. ലോക യുറേനിയം വിപണിയിൽ ചൈനയുടെ ഏകാധിപത്യ സാധ്യത കുറയ്ക്കാനും സ്വന്തം ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ദീർഘവീക്ഷണമുള്ള തന്ത്രപരമായ ചുവടുവയ്പായാണ് വിദേശ രാജ്യങ്ങളിലെ യുറേനിയം ഖനികളിൽ നേരിട്ട് നിക്ഷേപം നടത്താനുള്ള ഇന്ത്യയുടെ പദ്ധതി കണക്കാക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.